പെട്ടെന്ന് ഞാനത് ഇത് കുർബാന പുസ്തകത്തിന്റെ ആ പുറംചട്ട ഊരിയെടുത്തിട്ട് ഞാൻ അതിലേക്ക് എഴുതി. കാരണം അന്ന് ഈ പറഞ്ഞ മൊബൈൽ റെക്കോർഡ് ചെയ്യാൻ ഉള്ള സംവിധാനവും അതിനെ പറ്റിയ മൊബൈലൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ ആ വരികൾ ഞാൻ ആവർത്തിച്ച് കുറേ പ്രാവശ്യം പാടി. കാരണം മനസ്സിൽ ഉറയ്ക്കണമല്ലോ, മനസ്സിൽ ഉറച്ചാൽ പോകത്തില്ല. ഇന്നാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല, ഫോണിന്റെ റെക്കോർഡ് എടുത്തിട്ട് അതൊക്കെ പാടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരിയും ഒന്നും മറന്നു പോകത്തില്ല. അപ്പോൾ ആ പാട്ട് അത് ഒരുപക്ഷെ നിങ്ങളെ വലിയൊരു ദൈവാനുഭവത്തിലേക്ക് നയിക്കും എന്ന് ഞാൻ വിചാരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന വരികളാകട്ടോ. ഞാൻ എന്റെ ബുദ്ധി കൊണ്ടൊന്നും എഴുതിയതല്ല. കാരണം ഞാൻ മലയാളത്തിലെ ഡെവലപ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ വളരെ പഠിത്തത്തിലൊക്കെ വളരെ ഒരു സ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതിന്റെ വരികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ പാട്ട് യൂട്യൂബിലുണ്ട്. ഇതിന്റെ ലിങ്ക് ഞാൻ ഇതേ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഇട്ടേക്കാം. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പാട്ട് കേൾക്കാം. വളരെ മനോഹരമായ പാട്ടാണ്. ഈ പാട്ട് പരിശുദ്ധാത്മാവ് തന്നതിന്റെ ഏകദേശം ഒരു കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം പോലും വിചാരിച്ചിരുന്നില്ല ഇതൊരു ആൽബം ആക്കാനോ അല്ലെങ്കിൽ CD ആക്കാനോ പറ്റുമെന്നോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോയിൽ പാടിച്ച് പുറത്തിറക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അന്ന് ഈശോ തന്നു, ഞാനത് അങ്ങ് എഴുതിയെടുത്തു. അപ്പോൾ ഇതിന്റെ വരികൾ ഇങ്ങനെയാണ്. കുഞ്ഞി കവളിലുള്ള മുത്തമേകി കുഞ്ഞിനെ താലോലിക്കും, അമ്മയെ കാളേറെ സ്നേഹിക്കും ദൈവം, അമ്മ മറന്നാലും മറക്കാത്ത ദൈവം. ആ ദൈവം നിന്റെ കൂടെയുണ്ട്, ആ ദൈവം എന്റെ കൂടെയുണ്ട്, എപ്പോഴും കൂടെ നടക്കുന്ന തോഴനായി നമുക്കെന്നും കൂട്ടിനുണ്ട്. അപ്പോ പല്ലവി പറഞ്ഞു, അനുപല്ലവി പറഞ്ഞു. ഇനി പിന്നെ ചരണം അനുചരണം. ആര് പറഞ്ഞു ആരറിഞ്ഞു അവൻ നിന്നെ അറിയില്ലെന്ന്, അമ്മതൻ ഉദരത്തിൽ ഉരുവായ നിമിഷം അവൻ നിന്നെ അറിഞ്ഞിരുന്നു, അവൻ നിന്നെ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിച്ച വെക്കും കുഞ്ഞിനെ താങ്ങുന്ന അമ്മ പോൽ ദൈവം നിന്റെ കൂടെയുണ്ട്, ആ ദൈവത്തിൻ കണ്ണിൽ നീ എത്ര വളർന്നാലും കുഞ്ഞാണെന്ന് ഓർത്തിടണം, കുഞ്ഞാണെന്ന് അറിഞ്ഞിടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പാട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് കേൾക്കണം കേട്ടോ. ഞാൻ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം.